അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ 25ാം വാർഷികം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സൗമ്യനും ശാന്തിശീലനുമായ ഒരു വികാരിച്ചനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. അത്രയേറെ നന്മയോടെ നിരത്തോടെ എല്ലാവരോടും പെരുമാറാനും ഒക്കെ കഴിയുന്ന ഒരു വ്യക്തി. നമുക്ക് വേണമെങ്കിൽ അച്ഛൻ്റെ ഈ ഗുണങ്ങളെ മുൻകോപക്കാരായ ആളുകൾക്കൊക്കെ സ്വന്തം ജീവിതത്തിൽ പകർത്താവുന്നതാണ്. അത്രയേറെ ശാന്തതയും സമാധാനവുമുള്ള ഒരു ജീവിതം. അപ്പോൾ അച്ഛന് 25 വർഷം, പൗരോഹിത്യത്തിൻ്റെ 25 വർഷം ആഘോഷിക്കുന്നു. നമുക്കറിയാം, സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി, നമ്മളാണല്ലോ സഭ, സ്വന്തം ജീവനും എല്ലാം സമർപ്പിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത്. അച്ഛന്മാരായാലും സിസ്റ്റേഴ്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവർക്ക് സ്വന്തമായ ജീവിതമില്ല, അവരുടെ ജീവനെക്കുറിച്ച് അവർക്ക് ആകുലതയില്ല. അപ്പോൾ ആ രീതിയിൽ സ്വന്തം ജീവിതവും മനുഷ്യർക്ക് വേണ്ടി അല്ലെങ്കിൽ സഭാസമൂഹത്തിന് വേണ്ടി അർപ്പിച്ചുകൊണ്ട് അവർ സമൂഹത്തിന് വേണ്ടി ജോലി ചെയ്യുകയാണ്. അപ്പോൾ അവരെ ഇതുപോലെ ഇടയ്ക്ക് ആദരിക്കേണ്ടതും ജൂബിലികൾ ആഘോഷിക്കേണ്ടതുമൊക്കെ അവർ നയിക്കുന്ന അവരുടെ ജനത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വാർഡിൽ ചെറിയ താമസമാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തു. അതുകൊണ്ട് വലിയ കലാപരിപാടികളൊന്നും സംഘടിപ്പിക്കാനോ നമുക്ക് പറ്റിയിട്ടില്ല. എങ്കിലും നമ്മളൊരു പൂ കൊടുത്ത് ഒരു പൊന്നാടി അണിയിച്ച് അച്ഛനെ ഈ സമയത്ത് ആദരിക്കുകയാണ്. പൂ കൊടുക്കാൻ വേണ്ടി ആൽപ്പിയുണ്ട്. കമ്മിറ്റിക്കാർ കൂടി അച്ഛനെ പൊന്നാടി അറിയിക്കാം. സന്നിഹിതം ഇത് കഴിഞ്ഞിട്ട് ഈ മാസം ജന്മദിനം ആഘോഷിക്കുന്നത് അടുത്ത മാസം, ഈ മാസവും കഴിഞ്ഞ മാസം. പിന്നെ ജോസഫുമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു പൂ തരുന്നതായിരിക്കും. ഈ യൂണിറ്റിൻ്റെ കമ്മിറ്റിക്കാരെന്ന നിലയിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഭവനത്തിൽ എൻ്റെ കുടുംബനാഥൻ നല്ല പൊന്നാടിയൊക്കെ തന്ന് നല്ല വാക്കുകളൊക്കെ പറഞ്ഞില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം ജന്മദിനം ഈ മാസമൊക്കെ ജന്മദിനം ആഘോഷിച്ചവർ ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ മാസമൊക്കെ ആഘോഷിച്ചവർ മോളുണ്ട് അല്ലേ? ഉണ്ടോ? എന്നായിരുന്നു ജന്മദിനം? കഴിഞ്ഞ മാസം ഫെബ്രുവരി 28-ാം തീയതി ജന്മദിനാഘോഷം. ഹാപ്പി ബർത്ത്ഡേ. വേഗം വരൂ. നിന്റെ ജന്മദിനം എന്നായിരുന്നു? ഫെബ്രുവരി 15 ജന്മദിനം ആഘോഷിച്ചു. ഹാപ്പി ബർത്ത്ഡേ. എന്നായിരുന്നു? മാർച്ച് 13. ഹാപ്പി ബർത്ത്ഡേ. നിന്റെ ഉണ്ടോ? കൊച്ചും വരൂ. ഫെബ്രുവരി 20. ഹാപ്പി ബർത്ത്ഡേ. ഇനി ഒരാളെ എന്നായിരുന്നു? മാർച്ച് 2. ഫെബ്രുവരി 8-ാം തീയതി ജന്മദിനം ആഘോഷിച്ചു. ഹാപ്പി ബർത്ത്ഡേ. ഇനി പാട്ടൊക്കെ പാടുന്നവരൊക്കെ പാടാൻ ഭക്ഷണമൊക്കെ പാത്രമൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి కళాకారుల ఫ్యామిలీ మరి నే గచ్చ కడితే నిద్రపోదు నిండు రాత్రి తుపాకి పెంచి ఆమె దింగలి చిట్టి మగజాతి నట్టమణ
Cucini marta betis. Cucini marta betis. നമ്മുടെ പ്രേരണയായ അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ ഈ ജൂലൈ വർഷത്തിൽ അച്ഛന് നമ്മുടെ സന്തോമസ് വാർഡിൻ്റെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ ഊർജ്ജസ്വനായി മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള അനുഗ്രഹം ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛന് എല്ലാവിധ നന്മകളും നേരുന്നു. ഈ ഭവനം പ്രാർത്ഥനയ്ക്കായി ഒരുക്കി തന്ന ചാച്ചനും അമ്മച്ചിക്കും യോണി ഷാജി സണ്ണിക്കും സോഫിയയ്ക്കും ബാക്കി എല്ലാവർക്കും ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അതുപോലെ നിങ്ങൾ വന്ന് എല്ലാവരും വന്നു, നമ്മുടെ സിസ്റ്റേഴ്സ് എത്തി, പിന്നെ എല്ലാവർക്കും ഞാനും പറയാനുണ്ടോ? എല്ലാവരും നന്ദിയോടുകൂടി ഓർക്കും. കറിയൊന്നും വേണ്ട. ഭക്ഷണമായിട്ട് വർത്താനൊക്കെ പറയാം കേട്ടോ. ഓ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട്. ചിരിക്കുന്ന ഒരു പ്രകാശമാണ്. എല്ലാവരും പിള്ളേർക്ക് ചിരിച്ചില്ലെങ്കിൽ ഇഞ്ചി